എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? വരുന്നില്ല, പെട്ടു. പശു പശു വാ മോനെ, വാടാ. 3000 കൊടുത്ത് വാങ്ങിയ എന്റെ പശു പോയി. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും ഉപകാരമായിട്ടുള്ള ഒരു ഡ്രോണാണ് DJI നിയോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയ്റ്റാണ്, 135 ഗ്രാം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇത് നമുക്ക് കൺട്രോളും അതുപോലെ നമ്മളെ റിമോട്ടോ ഫോണൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു യാത്രാ വീഡിയോസ് എടുക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ DJI നിയോ. അപ്പോൾ നമ്മളിതിൻ്റെ ടെക്നിക്സ് പോവുകയാണ്. ആദ്യം ഞാൻ പറയാൻ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കൺട്രോൾസും മൊബൈലും ഒന്നും ഇല്ലാതെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിതിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വരുന്നതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ താഴെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ബാറ്ററി നമ്മൾ പ്ലേസ് കണ്ട ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം 18 മിനിറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും കൂടെ കൂടിയിട്ടൊരു 15 മിനിറ്റ്, മേ ബി 3-4 നല്ല ഷോട്ട് എടുക്കാൻ തന്നെ ഇഷ്ടംപോലെ ധാരാളമാണ്. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് 10 കിലോമീറ്റർ വരെ ദൂരത്തിൽ പറന്നിട്ട് വീഡിയോ എടുക്കാനും പറ്റും. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിപൊളി സാധനമാണ്. രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ പ്രൊപ്പല്ലറിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ശരിക്കും ഒരു FPV ഡ്രോണുമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ FPV റിമോട്ടൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോണാണ്. പ്രൊപ്പല്ലേഴ്സിന് ഗാർഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റ് ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗാർഡുകൾ എവിടെയും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്നിട്ട് ഗാർഡുകളൊക്കെ പൊട്ടി തെറിക്കുകയാണ് ചെയ്യുക. പിന്നെ അത് നമുക്ക് ഷൂട്ടൊക്കെ മുടങ്ങി അതൊക്കെ റിപ്പയർ ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. ഇത് ശരിക്കും പ്രൊപ്പല്ലർ ഗാർഡുകളുള്ളതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചെറിയ മരങ്ങളും സാധനങ്ങളും എവിടെയും പോയി ഇടിക്കുകയാണെങ്കിലൊക്കെ സേഫായിട്ട് നമുക്ക് സാധനം കിട്ടും. പിന്നെ ഇതിൽ അറേഞ്ച് സെൻസറാണ് വരുന്നത്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിലും ഞാൻ 4Kയിലൊക്കെ 30 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല രീതിയിലാണ് വരുന്നത്. ഫുൾ HD ആണെങ്കിൽ നമുക്ക് 60 ഫ്രെയിംസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 4K 30ൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഡ്രോൺ കൂടിയാണ് DJI നിയോ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാക്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുക, ബാറ്ററി നന്നായിട്ട് ചാർജ് ചെയ്യുക. ഇതിൽ വെച്ചിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ 3 ബാറ്ററിയുള്ളൊരു കോംബോ വാങ്ങുകയാണെങ്കിൽ ആ കോംബോയിൽ നമുക്ക് കുത്തി കൊടുത്തിട്ട് 3 ബാറ്ററിയും ഒപ്പം ഓരോന്നല്ല ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിസ്റ്റം കൂടിയാണ് DJI നിയോയുടെ സിസ്റ്റം. പ്രൈസ് വരുന്നത് ഏകദേശം 38,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ബാറ്ററിയും റിമോട്ടും ഒക്കെ ഉള്ള പാക്ക് കിട്ടും. ഇത് മാത്രം വാങ്ങുകയാണെങ്കിൽ ഒരു 10 രൂപയ്ക്ക് ചോടെ വരുള്ളൂ. ഇത് മാത്രമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതും കൂടെ വാങ്ങണം. അപ്പോൾ നമുക്കൊരു വലിയ ഏരിയ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഷൂട്ടിംഗ് മോഡൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡ്രോണ് നമുക്ക് ഓണാവും. കേട്ടോ, ഡ്രോൺ ഓണായി, ചെറിയൊരു സൗണ്ടൊക്കെ വന്ന് ഡ്രോൺ ഓണായി. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് മോഡുകളുണ്ട്. അതിന് നമുക്ക് ആപ്പോ DJIയോ അല്ലെങ്കിൽ നമ്മൾ റിമോട്ടൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഇതിൽ പ്രസ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഡ്രോണി എന്ന് പറഞ്ഞാൽ നേരെ കുറച്ച് ബാക്കിലേക്ക് പോയി തിരിച്ചു വന്ന മോഡാണ് ഡ്രോണി. നമുക്കൊക്കെ നോക്കാം. സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിൾ ചെയ്യും, വട്ടത്തിൽ നിന്നിങ്ങനെ സർക്കിൾ ചെയ്ത് വരും. എങ്ങനെയാണ് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ വരുന്നൊരു മോഡ് റോക്കറ്റ് എന്ന് പറഞ്ഞൊരു മോഡ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്, ഡിറക്ഷൻ ട്രാക്കും വരുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഞാനിത് വെച്ചിട്ടുള്ളത്, ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെയ്ബാൻ്റെ മെറ്റാ ഗ്ലാസും കൂടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും കൂടെ റെക്കോർഡ് ചെയ്യാൻ പോവാണ് ഞാൻ എന്താ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൽ നമ്മളെ റെയ്ബാൻ്റെ കണ്ണടയിലും കൂടെയാണ് ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ക്വാളിറ്റിയിൽ നമുക്ക് ഷൂട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സെക്രിയാനൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവും. മേ ബി ഇതിൻ്റെ ഒരു സെക്രിയാക്ക് ഇഷ്ടമല്ല വീഡിയോയിൽ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ടിങ്ങിനോടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഫോളോ എന്ന് പറഞ്ഞ മോഡിലേക്ക് പോവാണ്. ഫോളോ എന്ന് പറഞ്ഞ മോഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രോൺ നമ്മളെ കയ്യിൽ പിടിക്കുക. ഡ്രോൺ കയ്യിൽ പിടിച്ചിട്ട് 2 സെക്കൻഡ് നമ്മൾ ഇവിടെ ഒരു മോഡ് ബട്ടൺ ഉണ്ട്, മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഡ്രോൺ ടേക്ക് ഓഫ് ആയി. ഇപ്പോൾ മീഡിയം ഫോളോയിലാണ് ഇത് നിൽക്കുന്നത്. മീഡിയം ഫോളോ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഹൈറ്റിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വേണമെങ്കിൽ കുറച്ചും കൂടി ലോ ആക്കാം, ഹൈറ്റ് ആക്കാം. അത് നമുക്ക് മൊബൈലിൻ്റെ ആപ്പ് പോയിട്ട് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ആക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്നെ ഫോളോ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്ത് ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രോണിനെ ഫോളോ ചെയ്തോളും. അത് റെക്കോർഡാവുകയും ചെയ്യും. കണ്ടോ, അപ്പോൾ എന്നെ റെക്കോർഡ് ചെയ്ത് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഞാൻ ഈ മാറി വരികയാണെങ്കിൽ കണ്ടോ ഡ്രോൺ എൻ്റെ കൂടെ വരും, എൻ്റെ കൂടെ ഇങ്ങനെ വന്നോളൂ. ഓടുക, സൈക്കിളിൽ പോവുക, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. ഏകദേശം ഒരു 25 km/h നമ്മൾ കൂടെ വരാൻ പറ്റും. ഇനി നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ കാണിച്ചു കൊടുത്താൽ മതി. കൈ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡ്രോണ് നമുക്ക് കണ്ടോ ഡ്രോണ് നമ്മളെ പിന്നെ ലാൻഡ് ചെയ്ത് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മൾ ഫോളോ എന്നുള്ള മോഡ്.
ഇനി നമ്മൾ ഡ്രോണി മോഡിലേക്കാണ് പോകുന്നത്. ഡ്രോണി മോഡിലേക്ക് അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ഡ്രോണ് നമ്മൾ പൊക്കി പിടിച്ചു. ഡ്രോണി മോഡാണ്. 4 മീറ്റേഴ്സാണ് നമ്മൾ പോയി വരുന്നത്. ഓട്ടോമാറ്റിക്കായി ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഡ്രോണ് ഓട്ടോമാറ്റിക് ബാക്കിലേക്ക് പോകും. ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് നേരെ തിരിച്ചു വരികയും ചെയ്യും. അതാണ് ശരിക്കും ഡ്രോണിൽ നിന്നുള്ള മോഡ്. മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വന്നിട്ട് ലാൻഡിങ്ങിന് റെഡിയാവും. അപ്പോൾ നമ്മൾ കൈ കാണിച്ചു കൊടുത്താൽ നമ്മൾ താഴത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഡ്രോണുകൾ ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ സോളോ ആയിട്ട് വ്ളോഗിങ്ങും ട്രിപ്പൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇതുപോലുള്ള ഡ്രോൺ. കൈ കാണിച്ചു കൊടുത്താൽ വന്ന് ലാൻഡ് ചെയ്തോളും. കണ്ടോ, ഷൂട്ട് കഴിഞ്ഞു വന്ന് ലാൻഡ് ചെയ്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. പിന്നെ സർക്കിളാണ്. സർക്കിൾ ഞാൻ കുറച്ചും കൂടി ഒഴിഞ്ഞ സ്ഥലത്ത് കാണിച്ചു തരാം. കാരണം സർക്കിൾ മേ ബി ഇവിടെ നമുക്ക് വട്ടത്തിൽ എത്ര മീറ്റർ ആണെന്നുള്ളൊരു പരിധി കൊടുക്കാം, നമുക്ക് മൊബൈൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നല്ല സർക്കിൾ കാണിക്കുന്ന, അപ്പുറത്ത് ഞാൻ സർക്കിൾ കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിനി പോകുന്നത് റോക്കറ്റ് മോഡിലേക്കാണ് ഇന്ന് പോകുന്നത്. റോക്കറ്റ് മോഡിലേക്ക് നമ്മൾ പോവുകയാണ്. റോക്കറ്റ് മോഡിലേക്ക് നമ്മൾ ഹൈറ്റൊക്കെ കൊടുക്കാം. അതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നല്ല സൺസെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് മതിയായി കഴിഞ്ഞാൽ നല്ല സൺസെറ്റിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു. 4 മീറ്റേഴ്സ് റോക്കറ്റാണ്. അത് നമുക്ക് 6 ഒക്കെ മാറ്റാനൊക്കെ പറ്റും. ആപ്പിൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ റോക്കറ്റിൻ്റെ മോഡ് ആക്ടിവേറ്റ് ആയി. ഞാൻ വിട്ട് കഴിഞ്ഞു. ഇനി ഡ്രോൺ സ്വന്തമായിട്ട് മുകളിലേക്ക് പൊക്കിയിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ളൊരു വ്യൂ, അടിപൊളിയായിട്ടുള്ള മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് ചെയ്ത് തന്നിട്ട് താഴേക്ക് തിരിച്ചു വരും ചെയ്യും. ഹേയ് മെറ്റ, ആൻസർ ദ ഫോൺ. സെയിലോ, ഞാനൊരു ഷൂട്ടിലാണ്, തിരിച്ച് വിളിക്കാം കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ മെറ്റയിലാണ് ഇപ്പോൾ ആൻസർ ചെയ്തത് കേട്ടോ. കണ്ണടയിൽ തന്നെയാണ് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്തു, ആൻസർ ചെയ്തു. ഷൂട്ടിംഗ് നടക്കണമെന്നും കണ്ണടയിലാണ്. 3 മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ ഷൂട്ടിംഗ് കട്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഷൂട്ടിംഗ് വീണ്ടും ഓൺ ആക്കി കൊടുക്കണം. ഫോട്ടോ ആണ് ഇപ്പോൾ എടുത്തത്. ഫോട്ടോ കണ്ട, സൺസെറ്റിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഷോട്ട് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡാണ്. സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ മോഡിൽ നമ്മൾ ഫോളോ ചെയ്യും, പക്ഷേ ഡ്രോൺ എടുക്കും പോകുന്നില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഡ്രോൺ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് ലൈറ്റ് ഉപയോഗിക്കുന്നത്. സ്പോട്ട് ലൈറ്റും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സ്പോട്ട് ലൈറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ എൻ്റെ കൂടെ വരില്ല, എന്നെ സെൻട്രലൈസ് ചെയ്തിട്ട് എവിടെയാണോ നിൽക്കുന്നത് കാണിക്കുക. അപ്പോൾ നമ്മൾ വട്ടം ചുറ്റിയിട്ടൊക്കെ എന്തെങ്കിലും സ്ഥലമൊക്കെ കാണിക്കണമെങ്കിൽ അത് ശരിക്കും ഒരു ഗിംബൽ പോലെ നമ്മൾ ഡ്രോൺ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് നമ്മൾ സ്പോട്ട് ലൈറ്റ് ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാൻ കൈ കാണിച്ചു കൊടുത്തു, ലാൻഡ് ചെയ്തു. അടുത്ത ഡിറക്ഷൻ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡാണ്. അതായത് നമ്മളെ ഡയറക്ഷനായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്നല്ലാതെ നമ്മൾ ഫോളോ അല്ലാതെ നമ്മളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ഇത് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വീണ്ടും ഞാൻ അതും കൂടെ ചെക്ക് ചെയ്യാൻ പോവാണ്. കേട്ടോ, അപ്പോൾ നമ്മൾ പോണ ഡയറക്ഷനിൽ നമ്മളെ ഫ്രണ്ടിൽ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ വന്നോളും. അപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആ ഡിറക്ഷൻ ഏത് ഡിറക്ഷനിലാണ് കൊടുത്തത് അതിൽ നമുക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് പോകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഡിറക്ഷൻ ട്രാക്ക് ഉപയോഗിക്കുന്നത്. വരുന്നില്ല, പെട്ടു. വാ മോനെ, വാടാ. ഓ യെസ്, കുറച്ച് നേരം കാണിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പണങ്ങി പോകും. കുറച്ച് നേരം കൈ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സാധനം പണങ്ങി പോകും. ഏതായാലും സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ, അതായത് നമ്മളെ ജോയ്സ്റ്റിക്കൊന്നും ഉപയോഗിക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ഞാൻ പോകാൻ പോണത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനാണ്. മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മൊബൈൽ നമ്മൾ എടുക്കാനായിട്ട് മൊബൈലിൽ നമ്മൾ DJIൻ്റെ ആപ്പ് ഓൺ ചെയ്യുക. DJIൻ്റെ ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് കണക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക.
അതായത് നമുക്ക് കുറേ ട്യൂട്ടോറിയൽസ് ഒക്കെ വരും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ട്യൂട്ടോറിയൽസ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ട്യൂട്ടോറിയൽസ് ഞാൻ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫോളോ മോഡ്, ഈ മോഡുകളൊക്കെ നമുക്കിത് ഉപയോഗിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിന് നമുക്ക് മോഡുകൾ മാറ്റാൻ വേണ്ടി ഫോളോ, മാനുവൽ കൺട്രോൾ, ഫോളോ, ഡ്രോണി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. ഈ ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നേരത്തെ ഉപയോഗിച്ചത് അതുപോലെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫോളോൻ്റെ സെറ്റിങ്സ് ഞാൻ പറയുമ്പോൾ മീഡിയം നേരത്തെ പറഞ്ഞില്ല, മീഡിയം വേണോ, ക്ലോസ് ആയിട്ട് വേണോ, ഫാർ ആയിട്ട് വേണോ, കുറച്ച് ദൂരം വന്നാൽ മതിയെങ്കിൽ നമുക്ക് ഈ സെറ്റിങ്ങിൽ മാറ്റിയിട്ട് മീഡിയം, ഫാറൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ദൂരം പോകണം അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസ് വരുന്നത്. പിന്നെ ഡ്രോണി മോഡിനാണെങ്കിൽ നമുക്ക് 4 മീറ്റർ, 6 മീറ്റർ, 8 മീറ്റർ. ഡ്രോണി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദൂരെ പോയിട്ട് നമ്മളെടുത്ത് വന്നില്ലേ, അതിന് ദൂരം നമുക്ക് ഈ ആപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയാണോ നമുക്ക് പോകേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അത് ഉയർന്ന് പോയിട്ട് എടുക്കണോ അതല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് എടുക്കണോ എന്നുള്ളതാണ് അടുത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത്. അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ക്യാമറ മോഡ് ഫോട്ടോ ആണോ വീഡിയോ ആണോ, ഫോട്ടോ ആണെങ്കിൽ ദൂരെ പോയിട്ട് ഫോട്ടോ മാത്രം എടുത്ത് നമുക്ക് തരും, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നമുക്ക് തരും. അടിപൊളിയായിട്ടുള്ള സൺസെറ്റാണ് ഏകദേശം അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വരണേ ഉള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചുകൂടി നല്ല സമയം കിട്ടും വിചാരിക്കാം. അങ്ങനെയാണ് നമുക്കിതിൽ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യണത്. അതുപോലെ ക്യാമറ സെറ്റിങ്സൊക്കെ നമുക്കിതിൽ മാറ്റാൻ പറ്റും. എന്താണ് നമ്മൾ ക്യാമറ 4K ആണോ 30 ഫ്രെയിംസ് ആണോ നമുക്കിതിൽ മൊബൈലിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ വീഡിയോൻ്റെ റേഷ്യോ 4:3 വേണോ 6:9 വേണോ, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് വെർട്ടിക്കലായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇതിൻ്റെ ഗിംബൽ വരുന്നത് അപ്പോൾ 3 ആക്സിസ് ഗിംബലാണ് നോർമലി എല്ലാ ഡ്രോണിനും വരിക. ഇതിൽ വരുന്നത് സിംഗിൾ ആക്സിസ്, താഴേക്കും മേലേക്കും മാത്രമാണ് ആക്സിസ് ഉള്ളെങ്കിലും നല്ല രീതിയിൽ റോക്ക് സ്റ്റഡി സ്റ്റെബിലൈസേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം വീഡിയോ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒരു വലിയ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യമൊന്നും ഇതിന് വരുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ കണ്ട പോലത്തെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആൽബം എന്ന് പറഞ്ഞാൽ അതിന് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൽബം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഷൂട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, നമ്മൾ എടുത്ത ഷൂട്ടുകളൊക്കെ ഈസി ആയിട്ട് നമുക്കിതിൽ സ്ക്രീനിൽ കാണാൻ പറ്റും. ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈൽ തന്നെ നമ്മൾ എടുക്കുന്ന ഷൂട്ടുകൾ നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് നമുക്ക് വൈഫൈ ഉപയോഗിച്ച് നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ വേറൊരു സിസ്റ്റത്തേക്ക് ഒന്നുക്കും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സാധനം മൊബൈൽ ഉണ്ടെങ്കിൽ, ഇത് രണ്ടും നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏരിയൽ ഷൂട്ട് നടത്തുന്ന രീതിയിൽ നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഓപ്ഷനും കൂടിയാണിത്. പിന്നെ ഈ ഡ്രോണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ DCAM മുക്കം കണക്ട് ചെയ്ത്, മുക്കത്ത് മാത്രമല്ല അവർക്ക് ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. DCAMൽ നിങ്ങൾ നമ്പർ കൊടുക്കാം, അതിൽ നിങ്ങൾ അതുലിനായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോൺ അറേഞ്ച് ചെയ്ത് തരും. വളരെ എനിക്കൊന്ന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് കോംബോ പാക്കൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ഇനി നമുക്ക് മാനുവലായിട്ടാണ് നമുക്കിത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ മാനുവലായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പോൾ മാനുവലായിട്ട് നോർമലി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രീനിന് മേലാണ് കാണുന്നതെങ്കിലും ഫുൾ സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ നമുക്ക് ഡ്രോണിലെ വിഷ്വൽ എന്താണ്, ഇപ്പോൾ അവിടെ സൺസെറ്റൊക്കെ വരുന്നുണ്ടോ, നല്ല ഡ്രോണിലെ വിഷ്വലിന് നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, റെക്കോർഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള സൺസെറ്റ് കണ്ടോ, ഡ്രോണിൽ കാണുന്ന സൺസെറ്റ് വിഷനാണിത്. ഇതിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമുക്ക് ടേക്ക് ഓഫ് കൊടുക്കണമെങ്കിൽ ഇതിൽ തന്നെ ഒരു ടേക്ക് ഓഫ് ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ വെച്ചിട്ട് നമ്മൾ ടേക്ക് ഓഫ് കൊടുക്കുകയാണെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത് മൊബൈൽ വെച്ചിട്ടാണ്. നമ്മളെങ്ങനെയാണോ നമ്മളെങ്ങനെയാണോ ഒരു ഗെയിമൊക്കെ കളിക്കുന്നത് അതുപോലെ മൊബൈൽ തന്നെ നമുക്കതിൻ്റെ സാധനങ്ങൾ വരും കേട്ടോ. പൊക്കാനും താഴാനൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടോ സൺസെറ്റൊക്കെ ഉള്ളൊരു നല്ല വിഷ്വലൊക്കെ എടുത്ത് വരാൻ പറ്റിയ രീതിയിൽ. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ ഈ മൊബൈലായിട്ട് അധികം യൂസ് ചെയ്യുന്നത് സേഫല്ല. അപ്പോൾ നമ്മളൊരു ഡ്രോൺ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലാൻഡിങ് കൊടുക്കുകയാണ്. മൊബൈലായിട്ട് കൺട്രോൾ ചെയ്തു, ലാൻഡിങ് കൊടുത്തു, റെക്കോർഡ് ചെയ്തിരുന്നത് ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ വിഷ്വലിംഗും കിട്ടി. അപ്പോൾ നമ്മൾ ജോയ്സ്റ്റിക്കൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സാധനം മാത്രം വാങ്ങണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 100 മീറ്റർ 150 മീറ്റർ ദൂരെ മാത്രം നമുക്ക് വിടാൻ പറ്റുള്ളൂ. കാരണം ഇത് വൈഫൈ ആണ് കണക്ഷൻ, അതുകൊണ്ട് വിടാൻ പറ്റില്ല. അപ്പോൾ ഇത് സേഫ് അല്ല. മാത്രമല്ല ഇതുപോലെ വെള്ളമുള്ള സ്ഥലങ്ങൾ, വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ വിട്ടിട്ട് കുറേ ദൂരം പോയിട്ട് നമ്മളെ കണക്ഷൻ കട്ടായി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഹോവർ ചെയ്യുള്ളൂ, തിരിച്ച് വരില്ല. മൊബൈലാകുമ്പോൾ റിട്ടേൺ ഹോം മൊബൈലില്ല. മറ്റേ നമ്മൾ റിമോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റിട്ടേൺ ഹോം ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൊബൈലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഷൂട്ട് ചെയ്യും. ഇത് വെള്ളമുള്ളിടത്തൊക്കെ ദൂരത്തേക്ക് നമ്മളെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ കുറേ നേരം അവിടെ നിന്നിട്ട് താഴെ വെള്ളത്തേക്ക് ലാൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കരഞ്ഞിട്ട് വീട്ടിൽ പോകേണ്ടി വരും. അതാണ് സ്ഥിതി. മൊബൈലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ സേഫല്ല. ഇതിലുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രോണിയോ അതല്ലെങ്കിൽ നമ്മളെ സർക്കിളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു ബെസ്റ്റ് സാധനമാണിത്. പിന്നെ നമ്മൾ മറ്റ് ഡ്രോണുകളൊക്കെ ചെയ്യുന്ന പോലെ ഇതിൻ്റെ എന്താ പറയുക, ജോയ്സ്റ്റിക്കും ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നിയോ
നിയോ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറപ്പിക്കാമെന്ന് പഠിച്ചു. അതുപോലെ മൊബൈലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നോക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നിയോയുമായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഡ്രോൺ ഉപയോഗിക്കുന്ന കൂടെ വരുന്ന ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിയോ ഓൺ ചെയ്തു, താഴെ വെച്ചിട്ടുണ്ട്. നിയോ താഴെ വെച്ചു. ഇത് കണക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് DJI ഫ്ലൈ ആപ്പ് ഓൺ ചെയ്യാം. DJI ആപ്പ് ഓൺ ചെയ്ത് ഗോ ഫ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്ത് വിഷ്വലാണോ നമുക്ക് ഡ്രോണിൽ കിട്ടുന്നത് ആ വിഷ്വൽ നമുക്കിവിടെ കാണാനും പറ്റും. അതിൻ്റെ കൺട്രോൾസ് എങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ 4 സ്റ്റിക്കുകൾ വരുന്നുണ്ട്. സ്റ്റിക്കിൽ നമ്മൾ മേലേക്കും താഴേക്കും ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് പറപ്പിക്കാം. സൈഡിലേക്ക് തിരിയാൻ ഈ സ്റ്റിക്ക് ഉപയോഗിക്കാം. റൈറ്റിലേക്ക് തിരിയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലെ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകാൻ ഈ സ്റ്റിക്ക് ഉപയോഗിക്കാം. അതുപോലെ താഴേക്ക് ബാക്കിലേക്ക് വരാനാണെങ്കിൽ റൈറ്റ് സൈഡിലെ സ്റ്റിക്ക് താഴേക്കാക്കാം. സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതും ഉപയോഗിക്കാം. റൈറ്റിലേക്കാണെങ്കിൽ ഈ സ്റ്റിക്ക് ഉപയോഗിക്കാം. താഴെ നമുക്കൊരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ മോഡിനനുസരിച്ചിട്ട് സിനി മോഡ്, നോർമൽ, സ്പോർട്സ്, ഇങ്ങനെ 3 മോഡിൽ വരുന്നുണ്ട്. സിനി എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ സിനി, അതായത് സിനി ഷൂട്ടിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിൽ പതുക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് സിനി വരുന്നത്. നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഫ്ലൈയിങ്ങിന് നോർമൽ സ്പീഡിലാണ് സഞ്ചരിക്കുക. സ്പോർട്സ് മോഡ് പറഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും, സ്റ്റെബിലൈസേഷനൊക്കെ നഷ്ടപ്പെടും, മാത്രമല്ല ബാറ്ററി ഒക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ സ്പോർട്സ് മോഡ് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് നോർമൽ മോഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആപ്പിൽ തന്നെ നമുക്ക് ടേക്ക് ഓഫ് കൊടുക്കാം. അതല്ലെങ്കിൽ 2 സ്റ്റിക്കും താഴേക്ക് പിടിച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ചെയ്യും. മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റിക്ക് പൊക്കി കഴിഞ്ഞാൽ ടേക്ക് ഓഫായി. ഉണ്ടോ? കാറ്റുള്ളതുകൊണ്ടാണ് കുറച്ച് ചെരിഞ്ഞ് നിൽക്കുന്നത്. ചെറിയ കാറ്റുണ്ട്, അപ്പോൾ കാറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ബട്ടൺ ഞാൻ അമർത്തി, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ റെക്കോർഡ് ബട്ടൺ ഇവിടെ അമർത്തിയാലും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആണോ ഇപ്പോൾ ഡ്രോൺ നമ്മൾ കൺട്രോൾ ചെയ്യണം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ സ്റ്റിക്കുകൾ ഉപയോഗിച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേലേക്ക് പൊങ്ങണമെങ്കിൽ സ്റ്റിക്ക് ഉപയോഗിക്കാം, താഴേക്കാണെങ്കിൽ സ്റ്റിക്ക് നമുക്ക് ഇങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിയാനും പറ്റും. കണ്ട കാറ്റ് വരികയാണെങ്കിൽ അവിടെ തന്നെ വന്ന് നിൽക്കും. കാരണം ഇത് ജിയോ സാറ്റലൈറ്റായിട്ട് കണക്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ ശരിക്കും പൊസിഷൻ ചെയ്ത് നിൽക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സ്റ്റിക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് മേലേക്കും താഴേക്കും ഡ്രോൺ കൊണ്ടുവരാൻ പറ്റും. ഈ സ്റ്റിക്കിനെ നമ്മൾ ലൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിച്ചാൽ ഡ്രോൺ തിരിയാണ് ചെയ്യുക. ഈ ലെഫ്റ്റിലെ സ്റ്റിക്കാണെങ്കിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കാം. ഈ സ്റ്റിക്ക് നമ്മൾ മേലേക്ക് പൊങ്ങിക്കുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരും, താഴേക്കും ആണെങ്കിൽ ബാക്കിലേക്കും വരും. ഇതാണ് ശരിക്കും ഇതിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള സൺസെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ റെക്കോർഡ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ആണോ? ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും കടമക്കുടിയുടെ അടിപൊളിയായിട്ടുള്ള സൺസെറ്റാണ് നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വിൻഡ് ഉണ്ട് എങ്കിലും നമ്മളെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. വിൻഡി ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. കുറച്ച് പക്ഷികളൊക്കെ ഉള്ള ഏരിയ ഉണ്ട്, നമുക്ക് വെറുതെ അവിടെ ഒന്ന് പോയി നോക്കാം. പക്ഷികളൊക്കെ എന്താ ചെയ്യണം നോക്കാം. പക്ഷികളൊന്നും ഒരു അനക്കല്ലല്ലോ, പേടില്ല. പക്ഷികൾ പേടിച്ചില്ല, അവസാനം നമ്മൾ പേടിച്ചു തിരിച്ചു പോരാം. സൈഡിലെ സ്റ്റിക്ക് നമുക്കിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് താഴേക്കും മേലേക്കും താഴെ താഴെ നമുക്ക് കുറച്ചും കൂടി രസമായിട്ടുള്ള വ്യൂ കിട്ടും. സൺസെറ്റ് കാണണമെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഡ്രോണ് തിരിച്ചു വന്നു. പിന്നെ നമ്മൾ ഈ സ്റ്റിക്ക് താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഡ്രോണ് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഡ്രോണ് ലാൻഡ് ചെയ്യുകയും ചെയ്യും. റെക്കോർഡ് ഓഫാക്കുന്നു. അപ്പോൾ അത്യാവശ്യം വിൻഡി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും വലിയ ഇളക്കം കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് പടമെടുക്കാൻ DJIയുടെ നിയോ ശരിക്കും എനഫാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഗോഗിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ DJIയുടെ ഗോഗിൾസും അതുപോലെ മോഷൻ സ്റ്റിക്കോ ഉപയോഗിച്ച് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് കൂടി നോക്കാം. ഇതുകൊണ്ട് പറപ്പിക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ രസമായിട്ട് അക്യുറേറ്റ് ആയിട്ട് പറപ്പിക്കാൻ പറ്റും. അതാണ് ജോയ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത. കുറച്ച് വിൻഡിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ സാധനം ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 പേരും കൂടി ഇടയിൽ കൂടിയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ.
ആണോ? കാലിൻ്റെ അടിയിൽ കൂടെ പോവോ? ഓ, അപ്പോൾ നമ്മൾ DJI നിയോയുടെ DJI നിയോ മാത്രം ഉപയോഗിച്ച് പറക്കണത്, അതുപോലെ മൊബൈൽ ഉപയോഗിച്ചിട്ട് മാപ്പ് ഉപയോഗിച്ചിട്ടൊക്കെ പറക്കണത് നോക്കി. അപ്പോൾ നിങ്ങൾ ഒരു ന്യൂ കമർ ആണെങ്കിൽ, പുതിയതായിട്ട് വരികയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ്. കാരണം ഇത് സേഫാണ്. പ്രത്യേകിച്ച് അവിടെ വേണ്ടി ഇടിച്ച് നമ്മളെ പ്രൊപ്പല്ലറൊക്കെ പൊട്ടി ഡ്രോണ് ലോസാണ് പ്രശ്നമില്ല. പക്ഷേ വീഡിയോ ക്വാളിറ്റി, കൂടുതൽ വീഡിയോ ക്വാളിറ്റി, അതുപോലെ നിങ്ങൾക്ക് പോർട്രേറ്റിലായിട്ട് വീഡിയോ, ഇതിപ്പോൾ പോർട്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യണം. പോർട്രേറ്റ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ DJIയുടെ മിനി 4 Pro ഏകദേശം ₹1,00,000 അറൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കോംബോ പാക്ക് കിട്ടും. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിൻ്റെ തന്നെ FPV നിങ്ങൾ വേണമെങ്കിൽ അവാറ്റ 2 നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ വരും. അവാറ്റ 2 പുതിയതാണ്. കുറച്ചും കൂടി നിങ്ങൾ എന്തൂസിയാസിസ്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ അവാറ്റ 2ലേക്ക് പോകാൻ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് കിട്ടും. കുറച്ചും കൂടി കാറ്റിലൊക്കെ നിൽക്കും. അപ്പോൾ ഇത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് DJI നിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ ഡ്രോണുകളൊക്കെ നമ്മൾ ഐഷൂട്ടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു കംപ്ലീറ്റ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പഠിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ വെറും 3 മാസം കൊണ്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.